ഗാസയെ പൂർണ്ണമായും കടലിൽ മുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് വെറും ഭീഷണിയായി മാത്രം കണ്ടവർ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഗാസ പൂർണ്ണമായും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ശരാശരി 100 പേരെയടക്കം കൊലപ്പെടുത്തി ഗാസ ചോരക്കളമാക്കി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ പിടിവീഴുന്നതിന് മുൻപ് തന്നെ ഗാസയെ തങ്ങളുടെ അധീനതയിൽ നിർത്താനുള്ള നീക്കമാണ് ഈ ചോരക്കളിക്ക് പിന്നിലെന്ന് കാണാം. 3 ദിവസത്തിൽ മാത്രം ഇസ്രായേൽ കൊന്നുതള്ളിയത് 300-ൽ അധികം മനുഷ്യരെ എന്നാണ് കണക്ക്. അതിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു. മനുഷ്യരുടെ നിലവിളി ഉയരുമ്പോഴും ഓരോ ദിവസവും ഇസ്രായേൽ ആക്രമണത്തിൽ രൂക്ഷത കാട്ടുകയാണ്. ഹമാസിന്റെ സമ്പൂർണ്ണ നാശം എന്ന് പറയുമ്പോഴും ഇല്ലാതാകുന്നത് ഗാസയിലെ സാധാരണ ജനങ്ങളാണ്. ഒരു മനുഷ്യവംശം തന്നെ പൂർണ്ണമായും ഈ ഭൂലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് ഗാസയിൽ എന്ന് കാണാം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 140-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. വ്യാഴാഴ്ച മുതലുള്ള കണക്കിൽ 300 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. മാർച്ചിൽ വെടിനിർത്തൽ കരാർ തകർന്നതിനു ശേഷം ഏറ്റവും മാരകമായ യുദ്ധഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഗാസ കടന്നുപോകുന്നത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. ഇതോടെ പാലസ്തീൻ പ്രദേശം കടുത്ത ക്ഷാമത്തിലൂടെയും കടന്നു പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഗാസ നേരിടുന്ന ക്ഷാമത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. ഒരു വശത്ത് മനുഷ്യത്വ വിരുദ്ധമായി മാനുഷിക സഹായങ്ങൾ തടഞ്ഞ് പാലസ്തീനികളെ പട്ടിണി മരണത്തിലേക്ക് തള്ളിയിടുമ്പോൾ തന്നെയാണ് മറുവശത്ത് ബോംബാക്രമണം നടത്തിയും മനുഷ്യരെ കൊന്നൊടുക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിത്തുടങ്ങിയെന്നാണ് വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി ഡയറക്ടർ മർവാൻ അൽ സുൽത്താൻ അറിയിച്ചത്. 58 മൃതദേഹങ്ങൾ ഇതുവരെ കിട്ടിയില്ല എന്നായിരുന്നു ശനിയാഴ്ച പുലർച്ചെ ആശുപത്രി ഡയറക്ടർ പറഞ്ഞത്. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 146 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഇസ്രായേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ വെള്ളിയാഴ്ച UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് അപലപിച്ചു. ബോംബാക്രമണം പലസ്തീനികളെ നാടുകടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അത് വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നുമായിരുന്നു ടർക്കർ പറഞ്ഞത്. ഇപ്പോൾ തുടരുന്ന ബോംബാക്രമണവും മാനുഷിക സഹായം നിഷേധിക്കലും അടിവരയിടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ വെല്ലുവിളിച്ചുള്ള വംശീയ ഉന്മൂലനമാണ് ഗാസയിൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്നാണ് വോൾക്കർ ടർക്ക് പരാതിപ്പെട്ടത്. ശനിയാഴ്ച ബാഗ്ദാദിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ സംസാരിക്കവേ സ്ഥിരമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അതേ അഭിപ്രായങ്ങളായിരുന്നു ആവർത്തിച്ചത്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇയാമ്പാറ്റകളെ പോലെ ആൾക്കാരെ കൊന്നുതള്ളുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്.